നമസ്കാരം. കേരളത്തിലെ സർക്കാർ ജീവനക്കാരെല്ലാവരും കുറേ നാളായിട്ട് ആകാംക്ഷയോടെ കാത്തിരുന്നൊരു ചോദ്യമുണ്ടല്ലോ. അതിനിപ്പോ ഒരു ഉത്തരം കിട്ടിയിരിക്കുകയാണ്. DA കുടിശ്ശികയായിട്ട് സർക്കാരിൽ നിന്ന് നമുക്ക് എത്ര രൂപ കിട്ടും എന്നതിന്റെ ഒരു കൃത്യമായ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആ വിവരങ്ങളിലേക്ക് കടക്കാം. സത്യം പറഞ്ഞാൽ കുറേ കാലമായിട്ട് എല്ലാ ജീവനക്കാരുടെയും മനസ്സിൽ ഒരൊറ്റ വലിയ ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായിരുന്നു ആ ചോദ്യം എന്നല്ലേ? ഇതാണ്. നമുക്ക് കിട്ടാനുള്ള ഈ കുടിശ്ശികയുടെ ആകെ തുക അതെത്രയാണ്? അതിനുള്ള ഉത്തരം ഇതാണ്. കൃത്യം 15%. ഈയൊരു നമ്പർ, ഈ 15%, ഇതാണ് ഓരോ ജീവനക്കാരനും ഇപ്പോൾ ഓർത്തുവെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, 15% എന്ന് കേട്ടു. പക്ഷേ ഈ 15% എന്ന കണക്കിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഇത് ഒറ്റയടിക്ക് സർക്കാർ പ്രഖ്യാപിച്ചൊരു തുകയാണോ? അല്ല, അങ്ങനെയല്ല. ഈ 15% എന്ന് പറയുന്നത് ഒറ്റത്തവണ കിട്ടിയ ഒരു വർധനവല്ല, മറിച്ച് പല ഘട്ടങ്ങളിലായിട്ട് കൂടിക്കൂടി വന്ന ഒരു ആകെ തുകയാണ്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ 6 തവണയായിട്ട്, അതായത് 6 വ്യത്യസ്ത ഗഡുക്കളായിട്ടാണ് ഈ 15% എന്ന കുടിശ്ശിക ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഈ കണക്ക് എങ്ങനെയാണ് വന്നത് എന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ ഒന്ന് നോക്കിയാലോ? ഇതിന്റെ ആ ഒരു ഒഫീഷ്യൽ ടൈം ലൈൻ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നില്ലേ? ഇതാണ് ആ ഒഫീഷ്യൽ കണക്ക്. ഇത് തുടങ്ങുന്നത് 2023 ജൂലൈയിലാണ്. അന്നൊരു 3%. പിന്നെ 2024 ജനുവരിയിൽ ഒരു 3%, ജൂലൈയിൽ വീണ്ടും ഒരു 3%. അപ്പോൾ തന്നെ മൊത്തം 9% അല്ലേ? പിന്നെ നേരെ 2025 വരുമ്പോൾ 2 തവണയായിട്ട് 2% വെച്ച് കൂടുന്നു. അതോടെ 13%. അവസാനം 2026 ജനുവരിയിൽ ആ അവസാനത്തെ 2% കൂടെ ചേരുമ്പോഴാണ് നമ്മളീ പറഞ്ഞ ആ 15% കംപ്ലീറ്റ് ആവുന്നത്. ഇങ്ങനെയാണ് ഈ കണക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ഒഫീഷ്യൽ ബ്രേക്ക് ഡൗൺ വന്നതോടുകൂടി എല്ലാ സംശയങ്ങളും തീർന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ പറഞ്ഞ ഓരോ ഗഡുവും, അതിന്റെ ശതമാനവും, അത് എന്നു മുതലാണ് പ്രാബല്യത്തിൽ വന്നത് എന്നുമൊക്കെ ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയൊരു സംശയത്തിന്റെയും ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ കണക്കുകളെല്ലാം നമുക്ക് വ്യക്തമായി. പക്ഷേ ഇതൊക്കെ ഒരു വ്യക്തിയെന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെടുക? ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ ജീവനക്കാരനും സ്വന്തം കുടിശ്ശിക തുക എത്ര വരുമെന്ന് ഏകദേശം ഒന്ന് കണക്കാക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി. അത് നിങ്ങളുടെ ബേസിക് പേ ആണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതൊന്ന് കണക്ക് കൂട്ടി നോക്കണോ? വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ബേസിക് പേ എടുക്കുക. ആ ബേസിക് പേയെ ഈ 15% കൊണ്ട് ഗുണിക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ കിട്ടുന്ന ആ തുകയായിരിക്കും നിങ്ങൾക്ക് ഏകദേശം കുടിശ്ശികയായിട്ട് വരാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈയൊരു ക്ലാരിറ്റി കിട്ടി എന്നുള്ളതാണ് ഈ പുതിയ വിവരങ്ങളിലെ ഏറ്റവും വലിയൊരു കാര്യം. ശരി, അപ്പോൾ കണക്കുകളൊക്കെ ഇപ്പോൾ വളരെ ക്ലിയറായി. 15% അതെങ്ങനെ വന്നു, എങ്ങനെ കണക്കാക്കാമെന്നൊക്കെ നമുക്ക് മനസ്സിലായി. പക്ഷേ ഇതൊക്കെ വെറും കടലാസിലെ കണക്കുകളല്ലേ? സ്വാഭാവികമായും ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഏതൊരു ജീവനക്കാരൻ്റെയും മനസ്സിലിപ്പോൾ ഒരൊറ്റ ചോദ്യം മാത്രമേ ബാക്കിയുണ്ടാവും. അതെ, ഈ ചോദ്യം തന്നെയാണ് എല്ലാവരും പരസ്പരം ചോദിക്കുന്നതും. ഈ പണം എപ്പോഴാണ് നമ്മുടെയൊക്കെ കയ്യിൽ കിട്ടുക? അപ്പോൾ കുടിശ്ശികയുടെ കണക്ക് വളരെ വ്യക്തമായി. പക്ഷേ എന്നു മുതൽ ഈ പണം കയ്യിൽ കിട്ടിത്തുടങ്ങുമെന്ന കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വരാനിരിക്കുന്നതേയുള്ളൂ. ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരത്തിനു വേണ്ടിയാണ് ഇനി എല്ലാവരുടെയും കാത്തിരിപ്പ്.